ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. വിനീത് വരപ്രസാദ് റിട്ടനും ചെയ്ത് ഡയറക്ഷനും ചെയ്ത് പ്രൊഡ്യൂസും ചെയ്യുന്ന പുതിയ തമിഴ് ചിത്രമാണ് ദശമകൻ. ഹാരിഷ് കല്യാണാണ് നായകനായെത്തുന്നത്. പ്രീതി മുകുന്ദൻ, സത്യരാജ്, സുനിൽ എന്നിവരൊക്കെ മറ്റു കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. ബ്രിട്ടോയാണ് മ്യൂസിക് ചെയ്യുന്ന. ആ സിനിമയിൽ ഒരു റാപ്പ് ബാറ്റിൽ എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസർ, ഒരു കോണ്ടന്റ് ക്രിയേറ്ററും ഉണ്ട്. പീറ്റർ എന്നാണ് പേര്, പീറ്റർ കെ. അപ്പോൾ പുള്ളിക്കാരനും കൂടെ ഈ സിനിമയിൽ വരുന്നു എന്നുള്ളതും കൂടെ ഉണ്ട്. അതായത് കോണ്ടന്റ് ക്രിയേഷൻ വഴി സിനിമയിലേക്ക് തമിഴ്നാട്ടിൽ വരുന്നു. അപ്പോൾ ആ ഒരു റാപ്പ് ബാറ്റിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപോകാം. ഐഡ പ്രൊഡക്ഷൻസ്, ഫിലിം സ്റ്റുഡിയോസ്, ധോണി, ഹാരിസ് കല്യാൺ, ചെന്നൈ സൂപ്പർ കിങ്സ്. എപ്പോഴും ഈ ചുവപ്പ് ഇതാണ് പീറ്റർ. இது சீரியஸ் இல்ல விளையாட்டு. ரூல்ஸ் ஒண்ணுதான், தீச்சு விட்டா ஒரு பாயிண்ட். மைக பிடிச்சு பண்ணலாமா வாரு, இன்னைக்கு தெரிஞ்சிரு யாரு இங்க ஸ்டாரு. வெயிட் பண்ணு, கொளுத்தி விடுறேன். மகோலி ஐயோ குடிச்சது தலைவலி, மனசு நண்பு அதுக்கு பாகுபலி. பார்த்தா கட்ல தொங்குற பொம்மை கிளி, டப்பா கட்டி மூஞ்சி டப்பா டான்சர் ஆமா பிஞ்சு. இந்த தெரிஞ்ச ஊஞ்ச மூஞ்சில வெப்ப சிங்கிள் பச்சு. இவன் மைக்க பூச்சாலே நாட்டுல உயிது பலி. இவனை ஏரியாக்குள்ள பார்த்தாலே சுத்த கிளி. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരുപാട് റാപ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സിനിമയിൽ അതുപോലെ അവർ സിനിമയിൽ ഒരുപാട് ഇപ്പം തന്നെ നമ്മൾ നേരത്തെ ഗാന വിനോദ് എന്നൊരു റാപ്പറിൻ്റെ പാട്ട് കേട്ടു. ഏ സിനിമയിൽ ആടി നേരിപ്പ് എന്ന പാട്ട്, ഹാപ്പി രാജ്, ജി വി പ്രകാശിൻ്റെ പാട്ട്, അതും കൊള്ളാം. ഇതിൽ ലിറിക്സ്, ഇത് ഈ പാട്ടിൻ്റെ പേര് അതാണ്, റാപ്പ് ബാറ്റിൽ എന്നാണ്. അത് റാപ്പ് പാടുക, റാപ്പ് യുദ്ധമാണ്. അപ്പം റാപ്പ് ലിറിക്സ് ഒക്കെ എങ്ങനെ എഴുതുന്നൊരു പിടിയില്ല, സൂപ്പറായിട്ട് പാടുന്നുമുണ്ട്. ദശമകൻ, റിട്ടൺ ഡയറക്ടർ വിനീത് വരപ്രസാദ്, ബ്രിട്ടോ മൈക്കിൾ മ്യൂസിക്കൽ. റൈമിംഗ്, ടൈമിംഗ് എല്ലാം ഉണ്ട്. പ്രീതി, actually won't true love ya hobby. நேத்து நைட் வீடியோ கால்ல கூப்பிட்டது உன் பேபி. என் ப்ளாக்கு வரியா இல்ல ப்ளாக் பண்ண தெரியா? என் ஆளு கிட்ட சொல்ல மாட்டேன், டேட் பண்ண ரெடியா? ஜோக் போட் மைமா, உன் ஆளு ஒரு கைமா. உன் சேஃப்டிக்கு தான் சொல்லுறா, ஊட்டு போட்டு வைமா. பாயமுறா பத்தினே மூடுகையா சுத்தினே உறவாசல் லேண்ட் கூட എല്ലാവരും മാറി മാറി പാടുന്നതാണ് കേട്ടോ. ആക്കി ആക്കി പാടുന്ന റാപ്പാണ്, അതാണ് റാപ്പ് ബാറ്റിൽ. കുറെ ഉണ്ട് കേട്ടാ, ലിറിക്സ് ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആമറാണ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഒരുപാട് ഡാൻസ് റാപ്പേഴ്സ്, MC റൂട്ട്, MJ സൂര്യ, സ്മൈൽ, തുപ്പാക്കീസ്, MC വിജയ് സാൻഡി, വിജയ് KT, ഇവരൊക്കെയാണ് പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതിൽ ലിറിക്സ് ഒരുപാടുണ്ട്, ലിറിക് ലൈൻസ് ഒരുപാടുണ്ട്. പാടിയിട്ടേ ഇരിക്കണം, ആൻഡ് കേൾക്കാനും കൊള്ളാം. പിന്നെ അവരറിയാമല്ലോ, ലിറിക്സ് വരുമ്പോൾ പ്രത്യേകിച്ച് റാപ്പ് വരുമ്പോൾ ടൈമിങ്, റൈമിങ് കറക്റ്റായിട്ട്, അതായത് ഇപ്പം ഹൈഫൈ, സൈഫൈ, വൈഫൈ, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ടിങ്, മിങ്, വിങ്, ഗുങ്, അങ്ങനെ അതേപോലെ ടൈമിങ്, റൈമിങ് ആണ്. ഇതുപോലെ തന്നെ ഒരു 5-6 പേരൊക്കെ ഉണ്ട് കേട്ടോ റാപ്പേഴ്സ്. ആൻഡ് ഹാരിസ് കല്യാൺ തമിഴ്നാട്ടിലൊരു ചോക്ലേറ്റ് ബോയ് ആണ്. പെണ്ണുങ്ങൾക്ക്, അവിടുത്തെ ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു യങ് നടനും കൂടെയാണ് ഹാരിസ് കല്യാൺ. ആൻഡ് പ്രീതിയാണ് നായികയായിട്ട്. ഞാൻ പീറ്ററിനും ഈ ഞാൻ പറഞ്ഞില്ല ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ തമിഴിലുള്ള ആ പുള്ളിക്കാരന് നല്ല ഒരു സ്പേസും കിട്ടുന്നുണ്ട്. ക്യാമറയും കാര്യങ്ങളും ഒരുപാട് കാണിക്കുന്നുമുണ്ട്. அது ரவுண்ட் 2. அந்த ஆன்டி கூட நின்னையோ தள்ளின்னு வந்தியா
റാപ്പ് ബാറ്റിൽ ആ പേരിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. நான்டா வேண்டா കളിയാക്കലാണ് കേട്ടോ. സംഭവം ഇവര് ലിറിക്സ് റാപ്പ് ബാറ്റിലാണ്. അതായത് ഹാരിസ് കല്യാൺ ഒരു സൈഡില് പീറ്റർ ഒരു സൈഡിൽ രണ്ടുപേരും മാറി മാറി റാപ്പ് പാടുന്നത്. എനിക്ക് പറഞ്ഞ ഇത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് വലിയ റാപ്പർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ പോലെ അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ, ഒരു കോമഡി ആയിട്ട് മാറി മാറി രണ്ടുപേരും പാട്ട് പാടും. ഈ അവനെ കളിയാക്കും, അവൻ തിരിച്ച് കളിയാക്കും, അങ്ങനെ കളിയാക്കി ആണ് നിന്റെ ലവർ എൻ്റെ ഒരു കിസ് ചോദിക്കും, നിന്റെ ചോദിക്കും, അങ്ങനെ അവർ കളിയാക്കിയൊക്കെയാണ് റാപ്പ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ മാറി മാറി കോമ്പറ്റീഷൻ പോലെയാണ് അവർ ചെയ്യുന്നത്. അതാണ് നീ പോടാ നയം വന്ന് അങ്ങനെയൊക്കെ വരുന്നത്. റാപ്പ് എഴുതണം. என்ன தூக்க வைக்காத பொருளே அப்புறம் அடிக்கடி படி உனக்கு விழும் செருப்படி கொடுக்க நான் 12 வயசு நீ மவுண்டன்லி செலுத்தி நிக்கிற வாய்ஸ் ஓ குவைட் சின்சியர் சிகாமணி வந்து கொஞ்சம் கும்மி உனக்கு ஸ்டெப் கொடுக்க வாய் தர தேடி மிட்டாமினி அத துணிக்கின யூ கேன் சரியா பண்ணி இனிமே வாய்க்கெல்லாம் வேலை இல்ல தெரியும்ல மாமா புச்சுக்க என் சாமா நான் சொல்லுறது மைக்கா மட்டும் தான் டபுள் மீனிங் சாமா என்னடா ரொம்ப நேரமா இங்க சத்தம் சாரி வாக்ல இருந்து வர அதான் ஷர்ட் ஃபுல்லா ரத்தம் வெட்டியா ஊர சுத்திட்டு நாய் மாறி கட்டும் நச்சுங்க 4 கேள்வி கேட்டா வாயெல்லாம் திக்குட்டை நகரு நம்ம கையில விளையாடும் பொருள் ஊர்ல எங்க கையில தாண்டா இருக்குது பவரு உங்க டாடி செஞ்ச மிக பெரிய கவரு போட மறந்து தருவா பிளாஸ்டிக் கவரு தோதோ இப்ப முச்சூரு அர்ச்சனை போட்டுட்டு பிரச்சனை பண்ணுற ஆளு என்கிட்ட வேணா சொல்ல சம்பவம் செஞ்சுட்டு சந்தமே இல்லாம கதை கொடுப்பேன் சீனா கொச்சல் கொடுத்தா ஒதுங்கி நடக்கிற ஆளு நான் இல்ல மாமா போ கூட சேர்ந்து போஸ் வரைக்கும் தூக்குவேன் ஒதுங்கி நடந்தா ஜோப் வீட்டுல சொல்லாம வந்தது தவறு ஹீட்ல முன்னாடி வந்தவன் சிவரு வீட்டுல நிக்காம போடுவா பண்டல் ஸ்வீட்ல சம்பவம் நம்ம ஸ்பெஷல் நம்ம வெயில நகரு முன்னாடி எகிற கூடாது குரல் உள்ளார இறங்க போகுது பொருள் வெளியே உருவ போட்டு Oh my god, ദശമകൻ. പാട്ടിന്റെ പേര് റാപ്പ് ബാറ്റിൽ എന്നാണ്. അതായത് റാപ്പ് യുദ്ധം. അതിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ടെന്ന് വേണം പറയാം. കാരണം 5 മിനിറ്റ് 23 സെക്കൻഡോളം ഉണ്ട് പാട്ട്. അതിലെനിക്ക് തോന്നുന്നു 20-23 സെക്കൻഡ് മാത്രമേ എന്തോ മ്യൂസിക്കായിട്ട് പോകുന്നുള്ളൂ. ബാക്കി മൊത്തം ലിറിക്സ് വരുന്നുണ്ട്. ആൻഡ് 5-6 റാപ്പേഴ്സ് പാടുന്നുമുണ്ട്. എല്ലാവരും വളർന്നു വരുന്ന റാപ്പേഴ്സ് ആവാനാണ് സാധ്യത. പേരൊക്കെ കേട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാടൊന്നും കേൾക്കാത്ത പേരുകളാണ്. ബട്ട് സൂപ്പറായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡബിൾ മീനിങ് വരുന്നുണ്ട്, കളിയാക്കൽ വരുന്നുണ്ട്, പവർ വരുന്നുണ്ട്. ലാസ്റ്റ് പോർഷനിൽ ഒന്ന് വരുന്നത് നീ സാമാന്യ പുടിയടാ അങ്ങനെ അതായത് ഡബിൾ മീനിങ്ങിലാണ്. ഞാൻ പറഞ്ഞത് നീ ഓർക്കണ്ട, അത് ഞാൻ പറഞ്ഞത് മൈക്കിനെയാണ് എന്നൊക്കെ പറയും. അതോടെ ഹാരിസ് കല്യാൺ തിരിച്ച് നിന്റെ അപ്പ ചെയ്ത ഒരു തെറ്റ് ആ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാത്ത, അതായത് അങ്ങനെ പ്ലാസ്റ്റിക് കവർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തെങ്കിൽ നീ ഉണ്ടാവൂല. അപ്പൊ ഏതാണ് ആ പ്ലാസ്റ്റിക് കവർ എന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പം അങ്ങനെ അവർ അത് മാറി മാറി കളിയാക്കി. ഇതിനു മുമ്പ് നിന്റെ ഫ്രണ്ട്സ്, നിന്റെ ലവർ നിന്റെ വരൂല, എൻ്റെ പാട്ടായിട്ട് എൻ്റെ അടുത്ത് വരും, എന്നെ കിസ് ചെയ്യാം, അപ്പം നിന്നെ ഞാൻ അയച്ചു തരാം, അങ്ങനെയൊക്കെ. അതോടെ തിരിച്ചവൻ നിന്റെ ആരുടെ അവർ ഈ പാട്ടൊക്കെ കേട്ടാൽ അങ്ങനെ മാറി മാറി കളിയാക്കി. ഒരു കോമ്പറ്റീഷനുമാണ്. അറ്റ് ദ സെയിം ടൈം ഇവർ രണ്ടുപേരും മാറി മാറി ടീസും ചെയ്യാണ്. ഇവൻ അവനെ കളിയാക്കുന്നു, അവൻ ഇവനെ കളിയാക്കുന്നു. മൊത്തത്തിലൊരു റാപ്പ് ബാറ്റിൽ തന്നെയാണ് പാട്ട്. റാപ്പും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, ലിറിക്സും കൊള്ളാം, എല്ലാം ടൈമിങ്ങുമായിട്ടും റൈമിങ്ങായിട്ടും വരുന്നുണ്ട്, കേൾക്കാനും കൊള്ളാം. ആൻഡ് ലാസ്റ്റ് കവറ് പവറ് സവറ് അങ്ങനെ എല്ലാം സൂപ്പർ പാട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് പീറ്റർ യൂട്യൂബ് ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസും ഉണ്ടാവും ഈ ഒരു പാട്ടിൽ. ഹാരിസ് കല്യാൺ ആസ് ഓൾവേസ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, ലുക്കായിട്ടുണ്ട്. ആൻഡ് ടീഷർട്ടൊക്കെ ആയിട്ട് നല്ലൊരു
ഗ്ലാമർ ആയിട്ടുണ്ട്. പിന്നെ ഇടയിൽ കൊറിയോഗ്രാഫി അമീറാണ് ചെയ്യുന്നത്. ഡാൻസും നന്നായിട്ട് ഡാൻസ് അവർ ഇടയിൽ അവിടെ തറയിൽ കിടന്നുള്ള ആ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമയുടെ പേര് ദശമകൻ എന്നാണ്. അതിൻ്റെ ഒരു ഗ്ലിംസ് പോലെ തുടക്കത്തെ റിലീസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഗ്ലിംസ് ആയിരുന്നു. റൂറൽ, അതായത് ഒരു എന്താ പറയുക, ഒരു കള്ളുപിടിക്കുന്ന അവിടെ പോയിട്ട് ഇമാര് അടിവെക്കുന്ന ഒരു കിടിലൻ ഒരു മാസീവ് ഒരു ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ഈ ഒരു പാട്ട്, ഈ റാപ്പ് ബാറ്റിൽ എന്നൊരു പാട്ട് സൂപ്പറായിട്ട് തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഹിറ്റ് ആവും ഇത്. കാരണം ഫുൾ ലിറിക്സ് ആണ് ഇത്. ഞാൻ പറഞ്ഞ 5 മിനിറ്റ് 23 സെക്കൻഡോളം കൊണ്ട് പാട്ട് തീരുന്നേ ഇല്ല, ബട്ട് ബോർ അടിക്കുന്നുമില്ല. അറ്റ് ദ സെയിം ടൈം ലിറിക്സ് റിപ്പീറ്റഡും അല്ല, എല്ലാം ഫ്രഷ് ലൈൻസ് ആണ്, റൈമിംഗ് ആണ്, ടൈമിംഗ് ആണ്, പാടിക്കൊണ്ടേയിരിക്കുന്നു, മാറി മാറി കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. മൊത്തത്തിൽ പാട്ട് അടിപൊളിയായിട്ടുണ്ട്. റാപ്പ് ബാറ്റിൽ റാപ്പ്